വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഈ പുഴയും കടന്നെന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികാനായകന്മാരെ അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെ വേർപിരിയൽ. 2015 ഇരുവരും വിവാഹമോചനം നേടിയത്. വേർപിരിഞ്ഞ് ഏകദേശം 10 വർഷം കഴിഞ്ഞെങ്കിലും ഇരുവരുടെയും വീഡിയോയും വിവാഹമോചനവുമെല്ലാം ഇപ്പോഴും ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുന്നുണ്ട്. അത്തരത്തിൽ വേർപിരിയലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുൻപ് മഞ്ജു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ഒരു അഭിമുഖത്തിനിടെ എന്തിനാണ് വേർപിരിഞ്ഞത് എന്ന ചോദ്യത്തിന് പറയാനും അറിയാനും ഒക്കെ വേദനിപ്പിക്കുന്ന മറുപടിയാണെങ്കിൽ അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മഞ്ജു നൽകിയ മറുപടി. അത് തികച്ചും സ്വകാര്യതയാണ്. ആ സ്വകാര്യത ബഹുമാനിക്കുന്നു. എന്റേത് മാത്രമല്ല അദ്ദേഹത്തിന്റേതും. അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ മറുപടി നൽകുന്നില്ല. നടനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാറുണ്ട്, ആസ്വദിക്കാറുമുണ്ട് എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. മഞ്ജുവിന്റെ ഈ വാക്കുകൾ സങ്കടപ്പെടുത്തിയെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. ദിലീപിന് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് മഞ്ജു വാര്യർ എന്ന കമന്റുകളും ധാരാളമുണ്ട്. മഞ്ജുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടം വന്നു. വേറെ ഏതൊരു പെണ്ണായാലും ഭർത്താവിനെ കുറ്റമാണ് പറയുക. ഇതാണ് പെണ്ണ്, നല്ലത് വരുത്തട്ടെ. ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ ഈ നിലയിൽ എത്തിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ്. അതിന് ഒരു സംശയവുമില്ല. ദിലീപിന്റെ ശുക്രനായിരുന്നു. മഞ്ജു പോയതോടെ കഷ്ടകാലവും തുടങ്ങി. ദിലീപിനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പാവം ഇന്നും അയാളെ മാനിക്കുന്നു. എങ്കിലും എന്തോരം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അയാളെ. അർഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഹൃദയമുള്ള പെണ്ണിനെ കിട്ടില്ലെന്നും കുറിക്കുന്നു. എന്നാൽ മഞ്ജു വാര്യരെ വിമർശിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എസ്കേപ്പിംഗ് ഫ്രം റിയാലിറ്റി എന്തിനാണ് വലിയ മാന്യത ചമയുന്നത്? തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്. സ്വന്തം മകളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റയ്ക്കാക്കി പോയ നിങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. നിങ്ങളുടെ ഭാനുകൾ നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ സ്വന്തമായി വിലയിരുത്തുക. വിജയിച്ചതും തോറ്റതും ആരാണെന്ന് മനസ്സിലാവും. എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമായിരുന്നു. അയാൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരൊക്കെയോ മനഃപൂർവ്വം അദ്ദേഹത്തെ ചതിച്ചു. അതിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കാലം കഴിയുമ്പോൾ സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നാണ് ഒരാൾ കമന്റിൽ പറഞ്ഞത്. പിന്നാലെ നിരവധി പേരാണ് ഈ കമന്റിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. മഞ്ജു ജീവിതത്തിലും അഭിനയിക്കുകയാണോ എന്നാണ് സംശയം. സിമ്പതി പിടിച്ചു പറ്റാനുള്ള അടവെന്ന് തുടങ്ങി നിരവധി പേരാണ് നടിയെ വിമർശിക്കുന്നത്. അതേസമയം അടുത്തിടെ 2 വ്യത്യസ്ത അഭിമുഖങ്ങളിൽ സംസാരിക്കവേ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും ചർച്ചയായിരുന്നു. ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനി ഒരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജുവല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വരട്ടെ, അപ്പോൾ ആലോചിക്കാമെന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലായിരുന്നു. കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട, സാരമില്ല, അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുണ്ടായ പ്രണയം തന്നെ ഞെട്ടിച്ചിരുന്നുവെന്ന് സംവിധായകൻ കമലും പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദികളിൽ കണ്ടിട്ടില്ല. മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടാവുമോ എന്ന് തോന്നും. അതുപോലെയാണ് ദിലീപും മീനൂട്ടിയും. മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല എന്നാണ് നടി ജീജ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. ആ കുട്ടി അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും. ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ്. അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി. അപ്പോൾ മഞ്ജുവിന്റെ വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം സഹിക്കുകയാണ്. ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട്. ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ചും ചിന്തിക്കും. വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. ആ കുട്ടി അതൊന്നും
കണ്ടിട്ടില്ല. ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക. സ്വയം കുട്ടി ചിന്തിക്കും. പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ്. യൂട്യൂബർമാർക്ക് കളിക്കാനുള്ളത് അവരാരും തരില്ല. അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. അവരെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നും ജീജ സുരേന്ദ്രൻ ചോദിക്കുന്നു. അടുത്തിടെ മീനാക്ഷി MBBS പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു. അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷി മഞ്ജുവും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്. അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു. ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നതാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത്. മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവോ ദിലീപോ ഒന്നും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല. ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്. മീനാക്ഷി ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നായിരുന്നു ദിലീപ് മുൻപ് പറഞ്ഞത്. മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അവരുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ്. മീനാക്ഷി ഇത്രയും ആളുകൾ ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടെന്നും എന്നെ ഇഷ്ടപ്പെടുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ടെന്നും ദിലീപ് പറഞ്ഞു. മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം. മീനാക്ഷി എന്റെ സുഹൃത്താണ്. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കാമല്ലാതെ കമാൻഡ് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്. അതേസമയം വിടുതലൈ പാർട്ട് 2 ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാറനാണ്. മികച്ച വിജയം നേടിയ വിടുതലൈ പാർട്ട് 2 പ്രധാന വേഷങ്ങളൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്ത ഒടുവിലത്തെ ചിത്രം. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം. വേട്ടയനാണ് വിടുതലൈ പാർട്ട് 2 മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ. മാർച്ച് 27 എമ്പുരാൻ റിലീസായത്. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയായിരുന്നു മഞ്ജു എമ്പുരാനിൽ അവതരിപ്പിച്ചിരുന്നത്.